പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വരുന്ന ഏത് സംഗതിയോടും പ്രതികരിക്കാൻ തക്കവണ്ണം നമ്മെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? പക്ഷെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് അനുഭവിക്കാൻ വരുന്ന ചില സംഗതികൾ ഈ ലോകത്തിൻ്റെ നിയമം കൊണ്ടൊന്നും അതിനെ വിവരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓർത്തോണം, ഈ ലോകത്തിൻ്റെ വെളിച്ചമായ യേശു കർത്താവ് ഇരുട്ടിനെ നശിപ്പിച്ചതാണ്. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഫൂളിഷ് ടു പ്രിറ്റൻഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. For it wants to hurt you. It wants to destroy you. It wants to rip you apart from God. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-10. ജോൺ ചാപ്റ്റർ 10 verses 9 and 10. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഓർത്തുകൊള്ളണം, യേശു കർത്താവ് വലിയവനാണ്, ശക്തിയുള്ളവനാണ്. ഹീ ഈസ് ഗ്രേറ്റർ ആൻഡ് മോർ പവർഫുൾ ദൻ ഡാർക്ക്നെസ്. ഇരുട്ടിനെയൊക്കെയും തോൽപ്പിച്ച് ജയമേറ്റെടുത്തവനാണ് യേശു കർത്താവ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യാൻ വരുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ മേലും നമുക്ക് ജയം തരുവാൻ തക്കവണ്ണം ഈ കർത്താവ് ഒരുക്കമാണ്. പക്ഷെങ്കിൽ കോപം, അസൂയ, അഹങ്കാരം, അസംതൃപ്തി, നുണകൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. നമ്മിലുള്ള ആ ഒരു സൗന്ദര്യത്തെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള ആ സൗന്ദര്യത്തെ പാപം നശിപ്പിക്കുവാൻ ഇടയാകരുത്. ദൈവം നമ്മെ അറിയുന്നു, ദൈവം നമ്മെ നടത്തും. തീർച്ചയായിട്ടും വെല്ലുവിളികളില്ല എന്ന് ഞാൻ പറയത്തില്ല. കുഞ്ഞെ, നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും ഇപ്പോഴും ഈ ലോകത്തിൽ തന്നെയല്ലേ ഉള്ളത്. പക്ഷേ നിൻ്റെ ആത്മാവ്, നിൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ വിശ്വസിപ്പാനും ദൈവശബ്ദം കേൾക്കാനും ദൈവത്തെ അനുകരിപ്പാനും റെഡിയായിരിക്കണം. നാം അവൻ്റെ സ്വന്തമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളാണ്. ദൈവം നമ്മെ യൂസ് ചെയ്യും. ഒരു വെപ്പൺ ഉപയോഗമില്ലാതെ മാറ്റി ഒരിടത്ത് വെച്ചാൽ, ഇഗ്നോർ ചെയ്ത് അൺയൂസ്ഡായിട്ട് ഒരു മൂലയ്ക്കിട്ടാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ ചില വെപ്പൺസിൻ്റെ പേരെന്ന് പറയാം. ദ വെപ്പൺ ഓഫ് പ്രൈസ്, സ്തുതിയുടെ ആയുധം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രദ്ധയെ ദൈവത്തിലേക്ക് ടേൺ ചെയ്യും. 2, ദ വെപ്പൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ ആയുധം. അത് എന്തിനെ ഓർമ്മിപ്പിക്കുന്നറിയാവോ? നമുക്ക് ദൈവം ചെയ്തു തന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളെയും ഓർപ്പിക്കും. 3, ദ വെപ്പൺ ഓഫ് ലവ്, യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ അത് നമുക്ക് കഴിയണം. 4 വെപ്പണാണ് ദ വെപ്പൺ ഓഫ് പ്രെയർ. ദൈവത്തിൻ്റെ മകനെന്ന് മകളെന്ന് ഉള്ള നിലയിൽ നാം നമ്മെ തന്നെ കണ്ടുകൊണ്ട് സ്വർഗത്തിലെ സകല ശക്തിക്കും വേണ്ടിയും സ്വർഗത്തിൽ നിന്നുള്ള ഉത്തരത്തിനു വേണ്ടിയും ദൈവത്തോട് യാചിക്കുക. കാരണം ദൈവത്തിനുള്ളതെല്ലാം നമുക്കും കൂടെ ഉള്ളതാണ്. സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സോ കോൾ ഹെവൻ ഡൗൺ. ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഒരിക്കലും കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല. ദൈവവും ദൈവത്തിൻ്റെ സ്നേഹം നീയും തമ്മിൽ അതിൻ്റെ മധ്യേ ഒരു ശക്തിക്കും വരാൻ കഴിയത്തില്ല. നത്തിങ്.
ഈ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ച് അവൻ പോകത്തില്ല. ദൈവം നമ്മുടെ വശത്തുള്ളപ്പോൾ നിൻ്റെ വശത്ത് 1000 പേര്, നിൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കത്തില്ല. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ലൈറ്റിനെയും ദൈവം അങ്ങനെ തന്നെ സൂക്ഷിക്കും. ഡാർക്ക്നെസ്സിനെ ദൈവം ലൈറ്റാക്കി മാറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ രാജ്യത്വവും ദൈവത്തിൻ്റെ രാജ്യത്വവും തമ്മിൽ എപ്പോഴും ക്ലാഷുണ്ട്. പ്രൈസ് ഗോഡ്. ജോൺ എൽഡ്രഡ്ജ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്, കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, ദേ ആർ കണ്ടിന്യൂലി ഫൈറ്റിംഗ് ഫോർ ദ ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യനെ കൈയെടുക്കുവാൻ, എന്നെ കൈയെടുക്കുവാൻ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ, അത് ആത്മതലത്തിൽ നടക്കുന്നതാണ്. നാം ഫിസിക്കൽ ബീയിങ്സാണ്, ഫിസിക്കൽ റിലമിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഗോഡ് ഈസ് സ്പിരിറ്റ്. ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 24 ഇങ്ങനെ പറയുന്നത്. യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവം ആത്മാവാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ഫിസിക്കൽ നേച്ചറിൽ ആയിരിക്കുമ്പോൾ ഓർത്തോണം, നമുക്കൊരു സ്പിരിച്വൽ നേച്ചറുമുണ്ട്. അപ്പം സ്പിരിച്വൽ വാർഫെയർ നമ്മെ എല്ലാം അഫക്റ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ സ്പിരിച്വൽ വാർഫെയർ നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനിടയാകരുത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, യേശുക്രിസ്തു അതിൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ അനുവദിക്കുന്നതാണ്. പക്ഷെങ്കിൽ നാം എവിടെയെങ്കിലും പാപം ചെയ്യുമ്പോഴും, നമ്മൾ വല്ലാത്തൊരു ഫീലിങ്സിലായി പോകുമ്പോഴും, നാം തോൽക്കുമ്പോഴുമൊക്കെ സാത്താൻ നമ്മുടെ ചെവിയിൽ പറയും, നീ ഒന്നുമല്ല, നീ ആരുമല്ല. വിശ്വസിക്കല്ലേ, സാത്താൻ ഒരു നുണയനാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ യുദ്ധത്തിൽ നാം ഈ സാത്താനെ പരാജയപ്പെടുത്തുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. The battle is waged and won in our thought life, in our minds and in our hearts. Praise God. നാം എല്ലാം നുണകൾ കേട്ടിട്ടുണ്ടല്ലേ? നാം എല്ലാം ചെവിയിൽ കുശൂഷിക്കുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? എന്തുവാ, നിനക്കൊരു വിലയില്ല, നിന്നെ ആരും സ്നേഹിക്കുന്നില്ല, നിനക്കൊന്നും അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല, യു ആർ നോ ഗുഡ്, ഗോഡ് ഈസ് ഇൻ റിയൽ ആൻഡ് ഇഫ് ഹീ വുഡ് ഇൻ ലവ് യു, നോട്ട് യു. ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറയുമെന്നറിയാമോ? പക്ഷേ നമ്മൾ ഈ നുണകൾക്കെതിരെ എല്ലാം നാം ഫൈറ്റ് ചെയ്യണം. നാം അതിനെല്ലാം അങ്ങ് റിജക്റ്റ് ചെയ്യണം. നാം ദൈവത്തെയും ദൈവവചനത്തെയും മാത്രം നാം വിശ്വസിക്കണം. ഒരിക്കലും നാം ശത്രുവിന് വലിയ ശക്തി അങ്ങ് കൊടുക്കരുത്. നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നമ്മുടെ ഫിസിക്കൽ ലൈഫിലും ശത്രുവിന് ഒരു ശക്തിയും നാം കൊടുക്കരുത്. നമുക്കറിയാം, യേശു കർത്താവ് ക്രൂശിലേക്ക് കയറി ഈവിളിനെയും ഡെത്തിനെയും മരണത്തെ എല്ലാം താൻ തോൽപ്പിച്ചു. യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ അധിപതി വരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 30 ഇങ്ങനെ പറയുന്നു, ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. യെസ്, ദൈവമാണ് നമ്മെ റൂൾ ചെയ്യുന്നത്, എന്നെ നിങ്ങളെയൊക്കെ റൂൾ ചെയ്യുന്നത്. അവൻ്റെ അനുകാരികളെല്ലാം റൂൾ ചെയ്യുന്ന അവനാ. വരാനിരിക്കുന്ന ലോകത്തിലും സകലത്തെയും റൂൾ ചെയ്യാൻ പോകുന്നത് ജീസസ്. അതുകൊണ്ട് ശത്രു കയ്യിൽ പിടിച്ചിരിക്കുന്നതിനെ എല്ലാം ശത്രുവിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ, സൈറ്റാൻ്റെ കിങ്ഡത്തിൽ നിന്ന്, കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിൽ നിന്ന് അതിനെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാം റിയാലിറ്റിയിലേക്ക്. എന്നിട്ട് എങ്ങനെ നമുക്ക് സാത്താനോട് ഫൈറ്റ് ബാക്ക് ചെയ്യാമെന്ന് നാം അറിഞ്ഞിരിക്കണം.
പ്രൈസ് ഗോഡ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവൻ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ജീസസ് ഇരിക്കുക. എന്നിട്ട് നമുക്കെല്ലാ അധികാരവും തന്നിട്ടുണ്ട്. ഹി ഹാസ് വൺ ദ ഡിസിസീവ് വിക്ടറി എഗെയിൻസ്റ്റ് അവർ എനിമി. പക്ഷെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വി മസ്റ്റ് അപ്ലൈ ഇറ്റ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു പാസീവ് റിലീജിയൻ അല്ല. ഇറ്റ് ഈസ് ആൻ ഇൻവേഷൻ ഓഫ് എ കിങ്ഡം. അതിന് നാം നമ്മുടെ വാ തുറക്കണം, നമ്മുടെ കണ്ണ് തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ സ്പിരിച്വൽ ബാറ്റിൽ പിശാചിനോട് എതിർത്ത് നിന്ന് ജയം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ഇരുട്ടിൻ്റെ ശക്തികൾ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് ആക്റ്റീവായി അവനെ എതിർത്തു നിൽപ്പാൻ, അന്ധകാര അധിപതികളോട് പടവെട്ടുവാൻ നീ ഞങ്ങളെ ആയുധധാരികളാക്കി മാറ്റുമാറാം.